മോസ്കോയിൽ ഭീകരാക്രമണത്തിൽ 60 മരണം, 100 പേർക്ക് പരിക്ക്. വെടിവെപ്പുണ്ടായത് സംഗീതവേദിക്ക് അരികിൽ. ആയുധധാരികളായ 5 അംഗ സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് റിപ്പോർട്ട്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം IS ഏറ്റെടുത്തു. ഡൽഹി മദ്യനയ കേസിൽ കസ്റ്റഡിയിൽ വാങ്ങിയ കെജ്രിവാളിനെ ED ചോദ്യം ചെയ്യും. അറസ്റ്റിലായ BRS നേതാവ് K കവിതയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് തീരും. PMLA കോടതിയിൽ ഹാജരാക്കും. ഭൂട്ടാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ദ ഓർഡർ ഓഫ് ദ ഡ്രഗ് ഗ്യാൽപോ ഏറ്റുവാങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭൂട്ടാൻ രാജാവാണ് ബഹുമതി സമ്മാനിച്ചത്. നേട്ടം 140 കോടി ജനങ്ങൾക്ക് സമ്മാനിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി. മോദിയുടെ 2 ദിവസത്തെ ഭൂട്ടാൻ സന്ദർശനം തുടരുന്നു. പൗരത്വ നിയമ ഭേദഗതിക്ക് എതിരെ മുഖ്യമന്ത്രി നയിക്കുന്ന ബഹുജന റാലി ഇന്ന് കാസർഗോഡ്. പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് റാലി സംഘടിപ്പിക്കുന്നത്. ഈ മാസം 27 വരെ 5 ജില്ലകളിൽ ആണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ റാലി. ആദ്യ റാലി വെള്ളിയാഴ്ച കോഴിക്കോട് നടന്നു. 24-ന് കണ്ണൂരിലും 25-ന് മലപ്പുറത്തും 27-ന് കൊല്ലത്തും റാലി. പൂക്കോട് കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ 8 മാസം തുടർച്ചയായി റാഗ് ചെയ്തെന്ന് റിപ്പോർട്ട്. ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ അന്തിമ റിപ്പോർട്ടാണ് പുറത്തുവന്നത്. മുറിക്കുള്ളിൽ നഗ്നനാക്കി റാഗ് ചെയ്തിരുന്നതായി സിദ്ധാർത്ഥൻ പറഞ്ഞിരുന്നുവെന്നാണ് സഹപാഠിയുടെ മൊഴി. പുതിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നിയമോപദേശത്തിന് ശേഷമായിരിക്കും റിപ്പോർട്ട് VC-ക്ക് കൈമാറുക. ഗാസയിൽ വെടിനിർത്തലിനുള്ള UN പ്രമേയം പരാജയപ്പെട്ടു. US പിന്തുണ പ്രമേയത്തെ രക്ഷാസമിതിയിൽ റഷ്യയും ചൈനയും വീറ്റോ ചെയ്തു. 12 ലക്ഷം പലസ്തീൻകാർ കഴിയുന്ന റഫ പട്ടണം ആക്രമിക്കാൻ ഇസ്രയേലിന് അനുമതി നൽകുന്നതാണ് പ്രമേയത്തിലെ ഭാഷയെന്ന് ആരോപിച്ചാണ് ഇരു രാജ്യങ്ങളും എതിർത്തത്. ബ്രിട്ടനിലെ കിരീടാവകാശി വില്യം രാജകുമാരന്റെ ഭാര്യ കേറ്റ് രാജകുമാരിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചു. കീമോതെറാപ്പി നടക്കുകയാണെന്ന് ഇന്നലെ പുറത്തുവിട്ട വീഡിയോയിൽ കേറ്റ് വ്യക്തമാക്കി. വില്യമിന്റെ പിതാവ് ചാൾസ് ക്യാൻസറിന് ചികിത്സയിലാണ് എന്ന് കഴിഞ്ഞ മാസം രാജകൊട്ടാരം വെളിപ്പെടുത്തിയിരുന്നു. IPL-ൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30-ന് ഡൽഹി പഞ്ചാബിനെ നേരിടും. കൊൽക്കത്ത ഹൈദരാബാദ് മത്സരം രാത്രി 7:30-ന്.